വരുന്നു തേജസ് പട. ഇത് രാജ്യത്തിന്റെ ബ്രഹ്മാണ്ഡ നീക്കം. അതെ, കേട്ടത് ശരിയാണ്. രാജ്യമുയർച്ചയുടെ കൊടുമുടി കയറുമ്പോൾ രാജ്യസ്നേഹികൾ അഭിമാനത്തിന്റെ നെറുകയിലാണ്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം. പുതുവർഷം പിറക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വ്യോമസേന ദൃഢമായ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. അതെ, ഇന്ത്യയുടെ അഭിമാനമായ ഇന്ത്യൻ വ്യോമസേനയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി 200 തേജസ് MK-1A ജെറ്റുകളാണ് ഇന്ത്യൻ മണ്ണിലേക്ക് പറന്നിറങ്ങാൻ ഒരുങ്ങുന്നത്. പ്രധാനമായും പാകിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളുടെ നീക്കങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൂടിയാണ് ഇന്ത്യയുടെ ഈ ഒരു തന്ത്രപരമായ നീക്കം ഇപ്പോൾ നടത്തുന്നത്. രാജ്യത്തിന്റെ ശക്തമായ പ്രതിരോധത്തിന് 42 സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങളാണ് ആവശ്യം. എന്നാൽ പല പഴകിയ യൂണിറ്റുകളും വിരമിക്കാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണം നിലനിർത്തുക എന്ന ലക്ഷ്യം മുന്നിലേക്ക് വെച്ചാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധവിമാന പട ഇന്ത്യയിലേക്ക് വരുന്നത്. ഈ യുദ്ധവിമാന സ്ക്വാഡ്രണുകളുടെ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി രാജ്യം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. 4+ ജനറേഷൻ ലൈറ്റ് ഫൈറ്ററായി തെരഞ്ഞെടുത്തിരിക്കുന്ന യുദ്ധവിമാനമാണ് തേജസ് MK-1A. F-35, റഫേൽ, Su-57, ചൈനയുടെ J-35 തുടങ്ങിയ 5ാം തലമുറ പ്ലാറ്റ്ഫോമുകളുടെ ചില കഴിവുകളെക്കാളും അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിലും നമ്മുടെ തേജസ് ഒരു പടി മുകളിലാണെന്ന് വേണം പറയാൻ. തേജസിന്റെ ഭാരം കുറഞ്ഞ രൂപകൽപ്പനയാണ് വലിയൊരു ഘടകമായി പ്രവർത്തിക്കുന്നത്. കാരണം ഭാരക്കുറവുള്ളത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇവയെ അടിയന്തര സാഹചര്യങ്ങളിൽ വിന്യസിക്കാൻ കഴിയുമെന്നതാണ്. നമ്മുടെ യുദ്ധവിമാനങ്ങൾ ആകാശത്തിലൂടെ പറക്കുന്നതിനെ കുറിച്ച് ഒട്ടനവധി വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ ഈ തേജസ് ഒരു തവണ പറക്കുന്നതിന് എത്രയാണ് ചെലവ് വരുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു സാധാരണ 45 മിനിറ്റ് നേരത്തെ പറക്കലിന് 1200 മുതൽ 1400 കിലോഗ്രാം വരെ ഇന്ധനമാണ് ആവശ്യമായി വരുന്നത്. ഒരു മണിക്കൂറിൽ ഒരു തേജസ് വിമാനം പറക്കുന്നതിനായി ചെലവ് വരുന്നത് ഏകദേശം 3200 മുതൽ 6400 യൂറോ വരെയാണ്. നമ്മുടെ കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു മണിക്കൂർ നേരം ഒരു തേജസ് യുദ്ധവിമാനം പറക്കുന്നതിന് വേണ്ടി 3 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരെയാണ് ഏകദേശം ചെലവ് വരാൻ സാധ്യതയുള്ളത്. നേരെ മറിച്ച് റഫാൽ ദൗത്യങ്ങൾക്ക് മണിക്കൂറിൽ 12,800 മുതൽ 25,000 യൂറോ വരെയാകും എന്നതാണ് കണക്ക്. അതായത് നമ്മുടെ കണക്കിൽ 13 ലക്ഷം മുതൽ 27 ലക്ഷം വരെയാകും എന്നതാണ്. F-35 യുദ്ധവിമാനങ്ങൾക്ക് 28,000 മുതൽ 34,000 യൂറോ വരെയാകും. അതായത് 29 ലക്ഷം മുതൽ 36 ലക്ഷം രൂപ വരെ ആകും എന്നതാണ്. ഇതിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനാകും തേജസ് യുദ്ധവിമാനങ്ങൾക്കാണ് പറക്കലിന് ചെലവ് കുറഞ്ഞിരിക്കുന്നത്. ഒരു പൂർണ്ണ ജീവിത ചക്രത്തിൽ ഒരു F-35 യുദ്ധവിമാനത്തിന് 16 മുതൽ 36 ദശലക്ഷം യൂറോ വരെ ചെലവ് വരും. ഇതിൽ അറ്റകുറ്റപ്പണികൾ, ആയുധങ്ങൾ, പറക്കൽ എന്നിവ വേറെയാണ്. താരതമ്യപ്പെടുത്തുമ്പോൾ തേജസ് MK-1Aക്ക് 6 മുതൽ 8 മടങ്ങ് വരെ ചെലവ് കുറവാണെന്നതാണ് മനസ്സിലാക്കുന്നത്. തേജസിന് വളരെ കുറഞ്ഞ പരിപാലന ചെലവ് മതി എന്നത് ഈ യുദ്ധവിമാനത്തിലേക്കുള്ള ആകർഷണം കൂട്ടുന്ന ഒരു ഘടകം തന്നെയാണ്. റഫേൽ, സുഖോയ് 30 MKI പോലെയുള്ള തെളിയിക്കപ്പെട്ട ഹെവി വെയിറ്റ് യുദ്ധവിമാനങ്ങൾക്കൊപ്പം നമ്മുടെ തേജസ് MK-2 യുദ്ധവിമാനം ഭാവി വർഷങ്ങളിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തേജസ് MK-1A പോലെയുള്ള ഭാരം കുറഞ്ഞ യുദ്ധവിമാനങ്ങൾ പട്രോളിംഗ് ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ഹ്രസ്വദൂര ദ്രുത പ്രതികരണങ്ങൾക്കും വളരെയേറെ സഹായകമാകുമെന്നതാണ് വിലയിരുത്തൽ. പാകിസ്ഥാനെതിരെ തേജസ് MK-1A കനത്ത ഒരു കവചം തീർക്കുമെന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ തേജസ് വിമാനത്തിൽ അസ്ത്ര ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പൈലറ്റിന് കാണാനാകാത്ത ശത്രു സംവിധാനങ്ങളെയും ഈ മിസൈൽ തനിയെ കണ്ടെത്തി നശിപ്പിക്കുമെന്നതാണ്. അതുപോലെ തന്നെ ഡെർബി ER, പ്രിസിഷൻ ഗൈഡഡ് യുദ്ധ ഉപകരണങ്ങൾ എന്നിവയാൽ സജ്ജമാണ് നമ്മുടെ തേജസ് MK-1A യുദ്ധവിമാനം. ഇവയുടെ GEF 404IN-20 എന്ന എഞ്ചിൻ ദ്രുത പ്രതികരണ ശേഷി നൽകുമെന്നതാണ്.